ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ സ്വീകരിക്കാൻ പോയി. അപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് വണങ്ങുന്നു. എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അത് എനിക്ക് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുക. മുഖ്യമന്ത്രി അല്ല, തമാശയായി ചോദിക്കുന്നതല്ലേ. മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ, പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. ആ സ്വീകരിച്ച ചിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് എന്ന് നോക്കിക്കോളൂ. അല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നല്ലോ. അതല്ലല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ്? ഇനി നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. എന്താ സർ ചെയ്തത്? അവിടുത്തെ സ്വീകരിക്കലായിരുന്നു. ഏതായിരുന്നു സാഹചര്യം? ഇത് കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേരയിലിരിക്കുന്ന ആർക്കായാലും ഉള്ളത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു. സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ നടക്കും? അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ? അപ്പൊ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം? ഞാനെന്തോ ഈ അദ്ദേഹത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ മുട്ട് കുറച്ച് പോകുന്നതാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. എന്തിനാണ് അത്തരം ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത്? ഏത് മുഖ്യമന്ത്രിയാണ്? ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു. ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാന്ന് പറയാൻ പറ്റൂ? ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്നത്, അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള നിലപാടെടുത്തിരുന്നു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ ഇത്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണ്ടേ? പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും. പക്ഷെ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാവില്ലേ? എന്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ. നിങ്ങൾ ഓർത്താ മതിയല്ലോ. ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക്. എഴുന്നേറ്റപ്പോൾ തൊട്ടു മുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട്. സുധാകരൻ തിരിയുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല, എനിക്കിവിടെ പരിപാടിയുണ്ട്, എല്ലാം കഴിഞ്ഞു പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോൾ ചിരിക്കാൻ. ഞാനെന്താ വേണ്ടിയിരുന്നത്?